ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ 10 ഹാബിറ്റ്സുകൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡൗൺ ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതില്ല, പക്ഷേ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ സാരമായി ബാധിക്കുന്ന ഹാബിറ്റ്സുകളാണ്. അതിൽ ഒന്നാമത്തത് പങ്ക്ച്വാലിറ്റി, അത് സമയത്ത് എത്തുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരു സമയപരിധി പാലിക്കുക. ഇത് നമ്മുടെ വിശ്വാസ്യതയും നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരു വാല്യൂ തരുന്ന ഒരു ഹാബിറ്റ്സാണ്. ഇപ്പം നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 9 o'clock എത്തിയാൽ അത് അദ്ദേഹത്തിന് നമ്മളോടുള്ള ഒരു മതിപ്പ് കുറയും. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പറയണമെങ്കിൽ അദ്ദേഹമല്ലോ ഇയാൾ 8 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ബി ദ ഓൺ ടൈം, സമയത്തിൽ എത്തുക, പങ്ക്ച്വാലിറ്റി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ അവരെ ആ മുഖത്ത് നോക്കി അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യാത്തതിന് തുല്യമാണ്. അപ്പം നമ്മൾ ആ ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് മറ്റുള്ള വ്യക്തികൾ തരുന്ന വാല്യൂ കുറയും. അവ അങ്ങനെ നമ്മൾ പറയുന്നതെന്ന് ശ്രദ്ധിക്കത്തില്ല. ഈസ് നോട്ട് എ ഗുഡ് ലിസണർ. ചിലർ സംസാരിക്കുമ്പം മറ്റവൻ്റെ സംസാരം തീരുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്യും. അതൊക്കെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ആണ്. തേർഡ് വണ്ണ് നല്ല ഭാഷ ഉപയോഗിക്കുക എന്ന് പറയാം, പൊളൈറ്റ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ലാംഗ്വേജ്. അപ്പോൾ ചിലരും നമ്മൾ പറയത്തില്ല സംസാരിക്കുക, അവന് സംസാരിക്കാൻ അറിയില്ല. അപ്പം നമ്മളെപ്പോഴും വളരെ റെസ്പെക്റ്റ്ഫുൾ, നല്ല ഭാഷകൾ, സഭ്യമായ ഭാഷയിൽ കൂടെ ആളുകളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവും. അത് മോശമായ രീതിയിൽ സംസാരിച്ചാൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യും. നമുക്ക് പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഒരു മതിപ്പ് കുറയും. അതുകൊണ്ട് അത് നമ്മളായിട്ട് നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു ഹാബിറ്റാണ്, നല്ല ഭാഷ ഉപയോഗിക്കാൻ. നാലാമത്തത് റീഡിങ് ഹാബിറ്റ്, തുടർച്ചയായ വായനാശീലം. നമ്മൾ സംസാരിക്കുന്നതിന് നല്ല കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ എവരുടെയും പുതിയ പുതിയ കാര്യങ്ങൾ വായിച്ച് പഠിക്കണം. അപ്പോൾ അത് നമ്മുടെ മറ്റുള്ള വ്യക്തികളിൽ നമുക്കുള്ള ഒരു ഇംപ്രഷൻ വർദ്ധിക്കുന്നതിന് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വായന നമ്മുടെ മാനസിക വളർച്ചയ്ക്കും ആശയ സമ്പത്തിനും വഴിതെളിക്കും, അല്ലെങ്കിൽ അത് സഹായിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഓണസ്റ്റി. സത്യസന്ധതയില്ലാത്തവർ മറ്റുള്ളവരുടെ ഇടയിൽ അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവർക്ക് അത് വളരെ ഒരു ബാഡ് ഇമേജ് ആയിരിക്കും. ഹി ഈസ് നോട്ട് ഓണസ്റ്റ്. അത് എല്ലാ കാര്യത്തിലും, നമ്മളൊരു കാര്യം വാക്ക് പറഞ്ഞാലും പ്രവൃത്തിയിലായിരുന്നാലും എല്ലാ കാര്യത്തിലും നമ്മൾ സത്യസന്ധത പാലിക്കണം. ആ ഒരു ഹാബിറ്റ് നമുക്കില്ലെങ്കിൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ആറാമത്തതും ശരിയായ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, വളരെ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് അത് ഒരു ദേഷ്യഭാവത്തോടെയും ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് നല്ല സന്തോഷത്തോട് ചിരിച്ച് ഇത്തിരി ആഹാരം കൊടുക്കുന്നത് അത്
ഒരു ഇതാണ്. അല്ലാതെ നമ്മൾ ഒരു ഇഷ്ടമില്ലാതെ ആരെങ്കിലും, അപ്പോൾ അത് ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. നെക്സ്റ്റ്, നീറ്റ്നെസ് ആൻഡ് സിംപ്ലിസിറ്റി. നീറ്റ്നെസ്സും സിംപ്ലിസിറ്റിയും, നമ്മൾ വളരെ നീറ്റായിരിക്കുക, ഹംബിൾ, സിമ്പിൾ, ഒരു വിനയവും ഉള്ള ഒരു വ്യക്തിയായിരിക്കുക. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അനുകൂലമായിട്ട് ബാധിക്കും. നെക്സ്റ്റ് വൺ, എട്ടാമത്തത് സെൽഫ് കൺട്രോൾ. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സെൽഫ് കൺട്രോൾ. അതായത് പെട്ടെന്ന് കോപം വരും, വലിയ ആശങ്കകൾ വരും, ചിലർക്ക് അസൂയ വരും മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നമുക്കറിയാമല്ലോ, നമ്മളോരോ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരം അസൂയുള്ളവരും പെട്ടെന്നൊക്കെ ദേഷ്യത്തോടെ സംസാരിക്കുന്നവർ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ആളുകൾ അകന്നേ നിൽക്കത്തുള്ളൂ. കൂടുതൽ ഇൻറ്റിമസി, ആളുകൾ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടത്തില്ല. അപ്പോൾ അത് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന ഒരു ഹാബിറ്റാണ്. അത് ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ അത് കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ്, ഒൻപതാമത്തത് നീറ്റ്നെസ്. നമ്മൾ വൃത്തി, ഹൈജീനിക്. എപ്പോഴും നമ്മൾ വളരെ വൃത്തിയായും വസ്ത്രം ധരിക്കുക. ഇത് നമ്മൾ ഒരു അപ്പിയറൻസ്, ഏതെങ്കിലും ഒരു ക്രൗഡിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മുടെ അപ്പിയറൻസാണ് നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതിന് ശുചിത്വവും നല്ല രീതിയിലുള്ള വസ്ത്രധാരണവും അതിന് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. 10ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ജെന്യുവിൻ സ്മൈൽ. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് ചിരിക്കൂ, അവരും തിരിച്ച് ചിരിക്കുക, അവർ നിങ്ങളെ ഇഷ്ടപ്പെടും. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പാകും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കുള്ളൊരു മതിപ്പ് വർദ്ധിപ്പിക്കും. മനോഹരമായ ഒരു ചിരി നിരവധി വാതിലുകൾക്ക് നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. പല സ്ഥലത്തും എവിടെ ചെന്നിരുന്നാലും നമ്മൾ ഗൗരവഭാവത്തിൽ ചെല്ലുന്നതും ചിരിച്ചുകൊണ്ട് ഒരാളെ കോണ്ടാക്ട് ചെയ്യുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഈ ശീലങ്ങൾ, ഈ 10 ശീലങ്ങൾ നിങ്ങൾ പതിവായി ആചരിച്ചാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നന്നായ മാറ്റം ഉടൻ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ.